കരളിന്റെ പ്രവർത്തനം 23% കുറഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ദാതാവിനെ തേടി അലയാതെ സഹോദരി ഡെൽന സ്വയം ദാതാവാകാൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. പരിശോധനകളെല്ലാം പൂർത്തിയായി. ഇനി ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുകയാണ് വേണ്ടത്. 2013 മുതലൊക്കെ ചികിത്സയിലൊക്കെ ആയിരുന്നു. പിന്നെ വന്ന് വേദനയായി, അടിവയറ്റ് വേദനയായപ്പോഴാണ് ആശുപത്രി കൊണ്ട് കാണിക്കുന്നത്. കാണിച്ചപ്പം പറഞ്ഞ് മുക്കാഭാഗത്തോളം പോയി, വേദനയുണ്ട്, മാറ്റിവെക്കാനുള്ള സാമ്പത്തികം ഇപ്പം ഞങ്ങൾക്കില്ല. ലിവർ സിറോസിസ് ബാധിതനായ നിതിൻ ഏതാനും മാസമായി കിടപ്പിലാണ്. മുൻപ് കുറച്ചുകാലം വിദേശത്ത് ജോലി നോക്കി. ഇടക്കാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായും പ്രവർത്തിച്ചു. സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അവരൊന്നിക്കുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധ്യമാകില്ല. കരളിൻ്റെ പ്രവർത്തനം 23% അവർ മെഡിക്കൽ കോളേജുകാർ പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുള്ളത് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ. ഒരു ദിവസം നേരത്തെ ശസ്ത്രക്രിയ നടത്താനായാൽ അത്രയ്ക്ക് നന്ന് എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. നമ്മൾ ഈ വിവരം അറിഞ്ഞപ്പം തൊട്ട് കഴിവിൻ്റെ പരമാവധിയായിട്ട് നമ്മൾ സഹായിക്കാനായിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതുവരെയും അതിനാവശ്യമായിട്ടുള്ള ഒരു തുക ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു രീതിയിലോട്ട് നമ്മൾ എത്തപ്പെട്ടിട്ടില്ല. കുടുംബത്തിന് G&G ഫിനാൻസിൽ കുറച്ചു തുക സ്ഥിര നിക്ഷേപമുണ്ടായിരുന്നു. സ്ഥാപനം പൂട്ടിയതോടെ ആകെ പ്രതിസന്ധിയിലായി. അതോടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ചികിത്സാ ധനസഹായം സ്വീകരിക്കുന്നതിലേക്ക് സഹോദരി ഡെൽന കെ നായരുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. 9892123458 എന്ന നമ്പറിൽ ഡിജിറ്റൽ പേയ്മെന്റും സാധ്യമാണ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.